പഴം, പപ്പടം, പരിപ്പ്, നെയ്യ്, ചോറ്, സാമ്പാർ, അവിയൽ, കൂട്ടുകറി, പച്ചടി, കിച്ചടി, 2 കൂട്ടം പായസം തുടങ്ങിയ വിഭവങ്ങൾ കൂടിയാകുമ്പോൾ സദ്യ കെങ്കേമമാണ്. കേരളീയർക്ക് ഏതൊരു ആഘോഷമായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ് ഈ സദ്യ. പണ്ടൊക്കെ വീടുകളിൽ തിരുവോണത്തലേന്ന് സദ്യക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിയും. പക്ഷേ ഇന്നിത്തരം കാഴ്ചകൾ താരതമ്യേന കുറവാണ്. ഇന്ന് മലയാളികൾക്ക് ഓണസദ്യ ഒരുക്കാൻ കാറ്ററിംഗ് ഹോട്ടൽ മേഖലകൾ മത്സരിക്കുകയാണ്. ഇത്തവണ ഓഗസ്റ്റ് അവസാന വാരം മുതൽ ഓണസദ്യക്കായുള്ള ബുക്കിംഗ് വരെ ആരംഭിച്ചിരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 40 മുതൽ 60% വരെ അധിക ബുക്കിംഗ് ഇത്തവണയുണ്ട്. ഓഫീസുകൾ, കോളേജുകൾ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള വലിയ ഓർഡറുകൾക്ക് പുറമെ വീടുകളിൽ നിന്നും സദ്യ ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം ഇത്തവണ കൂടുതലാണ്. 350-400 കോടി രൂപയുടെ സദ്യ ബിസിനസ്സാണ് ഇത്തവണ ഓണക്കാലത്ത് കേരളത്തിൽ നടക്കുന്നതെന്ന് മേഖല കണക്കാക്കുന്നു. സദ്യ ഓർഡറുകളിൽ 60%വും തിരുവോണ ദിവസത്തേക്കുള്ളതാണ്. 5 പേർക്ക് കഴിക്കാനുള്ള സദ്യക്ക് ശരാശരി 1750 രൂപ മുതൽ 2000 രൂപ വരെയാണ് നിരക്ക്. ഹോട്ടലുകളിൽ കുറഞ്ഞത് ഒരാൾക്ക് 250 രൂപ മുതൽ സദ്യ ലഭിക്കും. വിഭവങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് വിലയിൽ വ്യത്യാസം വരുമെന്നാണ് ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. പാക്ക് ചെയ്ത് നൽകാനുള്ള ബുദ്ധിമുട്ടുള്ളതിനാൽ പലരും ചെറിയ ഓർഡറുകൾ എടുക്കുന്നില്ല. ഇലയടക്കം പ്രത്യേക ബോക്സിലാണ് സദ്യ എത്തിക്കുന്നത്. വലിയ ഹോട്ടലുകളിൽ കുറഞ്ഞത് 800 രൂപ മുതലാണ് വില. സ്റ്റാർ ഹോട്ടലുകളിൽ നികുതി ഉൾപ്പെടെ ഇത് 2600 രൂപയോളം വരും. വൻകിട ഹോട്ടലുകളിൽ തിരുവോണ ദിവസത്തേക്കുള്ള സദ്യയുടെ ബുക്കിംഗും ഉയർന്നിട്ടുണ്ട്. ഓണക്കാലം ബിസിനസ് പൊടിപൊടിക്കുകയാണ്. വൻ ഹോട്ടലുകൾ വീട്ടിലേക്കുള്ള ഓർഡറുകളും എത്തിക്കുന്നുണ്ട്. എന്തായാലും ഈ ഓണക്കാലം വൻപൻ കച്ചവടമാണ് കാറ്ററിംഗുകാർക്കും ഹോട്ടലുകാർക്കുമായി നേടിക്കൊടുത്തത്.